ജൂൺ 26 എല്ലാ വർഷവും ലോകം ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. എന്നാൽ ഇത് വെറും ഒരു വാർഷിക ആചാരമായിരുന്നില്ല. നമ്മുടെ സ്വന്തം കേരളത്തിന്റെ ആരോഗ്യത്തെയും സമ്പദ് വ്യവസ്ഥയും കാർന്നു തിന്നുന്ന മഹാവിപത്തിനെ കുറിച്ചുള്ള ഗൗരവമേറിയ ഓർമ്മപ്പെടുത്തലായിരുന്നു. കേരളത്തിന്റെ മദ്യനയ ചരിത്രം പറയാം. 1956 കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ 58% പ്രദേശങ്ങളിലും മദ്യനിരോധനം ഉണ്ടായിരുന്നു. അന്ന് സംസ്ഥാനത്താകെ വെറും 5 ബാർ ഹോട്ടലുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 1967 EMS സർക്കാരിന്റെ തീരുമാനത്തോടെ സംസ്ഥാനത്ത് മദ്യനിരോധനം പിൻവലിക്കപ്പെട്ടു. AK ആന്റണി സർക്കാർ ചാരായം നിരോധിച്ചതോടെ മലയാളി വിദേശ മദ്യത്തിലേക്ക് പൂർണ്ണമായി ചുവടുമാറ്റി. AP ഉദയഭാനുവിനെ പോലെയുള്ള ഉത്പതിഷ്ണുക്കൾക്കും KE മാമനെ പോലെയുള്ള ഗാന്ധിയന്മാരും നടത്തിയ മദ്യവിരുദ്ധ പോരാട്ടങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതിന് മദ്യപാന പ്രായപരിധി 23 വയസ്സാക്കി ഉയർത്തിയെങ്കിലും 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ പോലും ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന ദയനീയ കാഴ്ചയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ബാർ ലൈസൻസുകളിലെ 2016 മുതൽ 2021 വരെയുള്ള മാറ്റം നോക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും പിണറായി വിജയൻ സർക്കാരിന്റെയും കാലത്തെ മദ്യശാലകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ നയങ്ങളിലെ മാറ്റം വ്യക്തമാകും. 2016 മാർച്ച് ഉമ്മൻചാണ്ടി സർക്കാർ 4-5 സ്റ്റാർ ബാറുകൾ 29, ബിയർ വൈൻ പാർലറുകൾ 800-ലധികം, 5 നക്ഷത്ര പദവിയിലുള്ള ഹോട്ടലുകൾക്ക് മാത്രമായി ബാർ ലൈസൻസ് പരിമിതപ്പെടുത്തി. 2021 മാർച്ച് പിണറായി വിജയൻ സർക്കാർ 4-5 സ്റ്റാർ ബാറുകൾ 600-ലധികം, 3 സ്റ്റാർ മുതലായവയ്ക്ക് ലൈസൻസ് പുനഃസ്ഥാപിച്ചു. ഇന്ന് സംസ്ഥാനത്ത് ബാറുകളുടെ എണ്ണം 1000 കടന്നു കുതിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം അപകടകാരിയല്ല എന്ന തെറ്റായ ഒരു പൊതുബോധം ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ വീര്യം കുറഞ്ഞ മദ്യമാണ് കൂടുതൽ അപകടകാരി. വീര്യം കുറവാണെന്ന ലേബലിൽ വിൽക്കപ്പെടുന്ന ബിയറും വൈനും കഴിക്കാൻ സ്ത്രീകളും കുട്ടികളും വലിയ തോതിൽ താല്പര്യം കാണിക്കുന്നു. ഇതവർ വളരെ എളുപ്പത്തിൽ ലഹരിയുടെ ലോകത്തേക്ക് പ്രവേശിക്കാൻ കാരണമാകുന്നു. ലഹരിയുടെ വലിയ ലോകത്തേക്ക് പുതിയ ആളുകളെ ആകർഷിക്കുന്ന മദ്യപന്മാരുടെ നഴ്സറീസ് ഓഫ് ആൽക്കഹോളിസം ആയിട്ടാണ് ഇന്ന് പല ബിയർ വൈൻ പാർലറുകളും പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് തുടങ്ങുന്ന ശീലം പിന്നീട് കടുത്ത മദ്യപാനത്തിലേക്കും മറ്റ് മാരക ലഹരി വസ്തുക്കളിലേക്കും വഴിമാറുന്നു. കേരളത്തിൽ 32.9 ലക്ഷം ആളുകൾ മദ്യപിക്കുന്നു. ഇതിൽ 5 ലക്ഷം പേർ നിത്യവും മദ്യപിക്കുന്നവരാണ്. ഒരാൾ പ്രതിദിനം 1 ക്വാർട്ടർ മദ്യം ഉപയോഗിച്ചാൽ പോലും വർഷത്തിൽ 2,10,000 രൂപ മദ്യത്തിനായി മാത്രം ചെലവഴിക്കുന്നു. ഇതൊരു കുട്ടിയുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ചെലവാണ്. സുരക്ഷിതമായ മദ്യപാന പരിധി എന്നൊന്നില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന WHO വ്യക്തമാക്കുന്നത്. 45 ലക്ഷം ആളുകൾ പുകയില ഉപയോഗിക്കുന്നു. വായിലെ ക്യാൻസർ ബാധിക്കുന്നവരിൽ 90% പേരുടെയും വില്ലൻ പുകയിലയാണ്. പുകവലിയും മദ്യപാനവും ഒത്തുചേരുമ്പോൾ ക്യാൻസർ സാധ്യത 35 ഇരട്ടിയായി വർദ്ധിക്കുന്നു. പുകയില മൂലം കേരളത്തിൽ പ്രതിദിനം 60 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ മദ്യവിൽപ്പനയിലൂടെ ഖജനാവിന് ലഭിച്ച വരുമാനം 19,000 കോടി രൂപയാണ്. എന്നാൽ ലഹരി ഉണ്ടാക്കുന്ന രോഗങ്ങൾ, വാഹനാപകടങ്ങൾ, കുറ്റകൃത്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് വരുന്ന ചെലവ് ഇതിലും വലുതാണ്. ഇനി ഓരോ മേഖലയിലെയും കാര്യങ്ങൾ പരിശോധിക്കാം. ആരോഗ്യ മേഖലയിലെ ചെലവ് 10 കോടി, ക്രമസമാധാനവും കോടതി ചെലവുകളും 8,000 കോടി, ഉൽപാദനക്ഷമതയിലെ നഷ്ടം 7,000 കോടി, ആകെ സാമൂഹിക സാമ്പത്തിക നഷ്ടം 25,000 കോടി. ചുരുക്കത്തിൽ 19,000 കോടി രൂപ ഖജനാവിലേക്ക് വരുമാനമായി ലഭിക്കാൻ സർക്കാർ നേരിട്ടും പരോക്ഷമായും ചെലവഴിക്കുന്നത് 25,000 കോടി രൂപയാണ്. അതായത് പ്രതിവർഷം 6,000 കോടി രൂപയുടെ അറ്റ നഷ്ടം. ഏകദേശം കണക്കുകളാണ് ഇത്. ശരിക്ക് പരിശോധിച്ചാൽ ഇതിലും മേലെയാകും കണക്കുകൾ. ഇന്ന് കഞ്ചാവ്, ഒപ്പിയം, കൊക്കൈൻ എന്നിവയ്ക്ക് പുറമെ MDMA പോലുള്ള മാരക കൃത്രിമ രാസവസ്തുക്കൾ യുവതലമുറയെ കടുത്ത വിഷാദത്തിലേക്കും അവയവ തകരാറുകളിലേക്കും തള്ളിവിടുന്നു. ഇതിനെതിരെ അതിശക്തമായ NDPS ആക്ട് 1985 നിലവിലുണ്ട്. സുപ്രധാന കോടതി വിധികൾ നോക്കാം ഇനി. 1. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് രാജേഷ്. മയക്കുമരുന്ന് കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിനുള്ള കടുത്ത നിബന്ധനകൾ സുപ്രീം കോടതി കർശനമാക്കി. 2. തോഫാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകുന്ന കുറ്റസമ്മത മൊഴികൾ മാത്രം വെച്ച് പ്രതിയെ ശിക്ഷിക്കാൻ കഴിയില്ല. അന്വേഷണത്തിൽ ശാസ്ത്രീയ തെളിവുകൾ നിർബന്ധമാക്കി. പുകയില വിരുദ്ധ രംഗത്തെ വിധികൾ. COTPA ആക്ട് 2003. 3. K. രാമകൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള.
പൊതുസ്ഥലങ്ങളിലെ പുകവലി ആദ്യമായി നിരോധിച്ചു. ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് കേരള ഹൈക്കോടതി പ്രഖ്യാപിച്ചു. 4. ജോഷി KV വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഗുഡ്ഖ, പാൻ മസാല തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ പൂർണ്ണമായി നിരോധിച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. നിയമത്തിനപ്പുറം വ്യക്തിബോധം ഉണ്ടാകണം. വർഷങ്ങളായി മദ്യനിരോധനമുള്ള ഗുജറാത്തിലും ബീഹാറിലും ഇന്നും മദ്യപിക്കുന്നവരുണ്ട്. ഇതിനർത്ഥം നിയമനിർമ്മാണം കൊണ്ട് മാത്രം ലഹരിയെ തുടച്ചു നീക്കാനാകില്ല എന്നാണ്. ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിക്കൊപ്പം ലഹരിയോട് വേണ്ട എന്ന് പറയാനുള്ള വ്യക്തികളുടെ മാനസികമായ മാറ്റമാണ് പ്രധാനം. ബിയറിലൂടെയും വൈനിലൂടെയും തുടങ്ങുന്ന ചെറിയ ചുവടുകൾ പോലും വലിയ വിപത്തിലേക്കുള്ള തുടക്കമാണെന്ന് തിരിച്ചറിയണം. ഒരു കുട്ടിയുടെ ആദ്യത്തെ ലഹരി വിരുദ്ധ പാഠശാല സ്വന്തം വീടായിരിക്കണം. സൗഹൃദത്തിന്റെ പേരിൽ ലഹരിയിലേക്ക് ക്ഷണിക്കുന്നവരോട് നോ പറയാനുള്ള ചങ്കുറ്റം. ലഹരി വിമുക്തമായ തലമുറയാണ് നാളത്തെ കേരളത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പേട് സർക്കാർ തന്നെ മദ്യവ്യാപനം നടത്തുകയും മദ്യത്തിന്റെ ഉൽപാദനവും സംഭരണവും വിൽപ്പനയും ഉപഭോഗവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മദ്യനയം കേരളത്തെ മദ്യപാന്മാരുടെ പറുദീസയാക്കി മാറ്റിയിരിക്കുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.